ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. റയൽ മാഡ്രിഡിന്റെ പുതിയ പരിശീലകനായിക്കൊണ്ട് സാബി അലോൺസോ വരികയാണ് എന്ന കാര്യം മാർക്ക ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 3 വർഷത്തെ ഒരു കോൺട്രാക്റ്റിലാണ് അദ്ദേഹം ഒപ്പുവെക്കുക. 2028 വരെ അദ്ദേഹം ക്ലബിനകത്ത് ഉണ്ടാകും. കാർലോ ആഞ്ചലോട്ടി അധികം വൈകാതെ തന്നെ പടിയിറങ്ങും. അതായത് ലാലിഗയിലെ അവസാനത്തെ മത്സരത്തിന് ശേഷം കാർലോ ആഞ്ചലോട്ടി പടിയിറങ്ങിയേക്കും. ഏതായാലും മാർക്ക ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില അപ്ഡേറ്റുകൾ നൽകിയിട്ടുണ്ട്. സാബി വന്നതിന് ശേഷം എന്തൊക്കെയാണ് റയലിൻ്റെ പ്ലാനുകൾ, അത് മാർക്ക് പറഞ്ഞിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്. അതായത് സാബിയുടെ അനുമതിയോടുകൂടി ചില സൈനിങ്ങുകൾ ക്ലബ്ബ് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡ് റയലിലേക്കാണ് എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞ കാര്യമാണ്. ആ ഒരു ഡീൽ പൂർത്തിയായിട്ടുണ്ട്, അദ്ദേഹം വരും. അതുപോലെ തന്നെ ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലേക്ക് ഒരു താരത്തെ എത്തിക്കാൻ റയൽ മാഡ്രിഡ് തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സെൻറ്റർ ബാക്ക് പൊസിഷനിലേക്ക് ഒരു താരത്തെ എത്തിക്കാൻ റയൽ തീരുമാനിച്ചിട്ടുണ്ട്. യുവ സൂപ്പർ താരമായ ഡീൻ ഹുയ്സണ് വേണ്ടിയാണ് റയൽ മാഡ്രിഡ് ഇപ്പോൾ ശ്രമിക്കുന്നത്. മെയിൻ ടാർഗറ്റ് അദ്ദേഹമാണ്. ഡീൻ ഹുയ്സണ് ലഭിച്ചിട്ടില്ലെങ്കിൽ മറ്റു താരങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചേക്കും. അതുപോലെ തന്നെ മധ്യനിരയിലേക്ക് ഒരു താരത്തെ റയൽ മാഡ്രിഡ് എത്തിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഇത്രയും സൈനിങ്ങുകളാണ് റയൽ മാഡ്രിഡ് നടത്തുക. ലൂക്ക മോഡ്രിച്ച് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തേക്കാണ് മിഡ്ഫീൽഡിലേക്ക് ഒരു താരത്തെ റയലിന് ആവശ്യമായി വരുന്നത്. മാർക്കയാണ് ഇത്രയും വിവരങ്ങൾ ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത്. ഏതായാലും സാബി അലോൺസോയുടെ താല്പര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും താരങ്ങളെ റയൽ മാഡ്രിഡ് സൈൻ ചെയ്യുക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.